ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് വെന്തയച്ചോറ് എങ്ങനെ വെക്കാമെന്ന് നോക്കാം കേട്ടോ. വെന്തയച്ചോറ് അഥവാ ഉലുവച്ചോറ്. ഞാൻ വന്ന് ബിരിയാണി അരി ജീരകശാലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവനവനക്ക് എങ്ങനെ ഏത് ബിരിയാണി അരിയാണ് സെറ്റ് അതെടുക്കുക, മലബാറോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഒരു നാഴിയാണ് ആദ്യം കാണിച്ചത്. നാഴിക്ക് ഒരു നാഴിയാണ് ഞാൻ എടുത്തിരിക്കുന്ന അരി. അതും ഉലുവയും രണ്ടും സെപ്പറേറ്റ് വെള്ളത്തിലിടണം കേട്ടോ. വെള്ളത്തിലിട്ട് ഇതുപോലെ ഞാൻ പരിപ്പിച്ചോറ് പോലെ തന്നെ 2 മണിക്കൂർ അത് കുതിരാൻ വയ്ക്കുക. ഉലുവ കുതിർന്നില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, അത് കുതിർന്നോളും. എന്നിട്ട് നമ്മൾ അളവ് ഈ നാഴിക്ക് ഞാനൊരു ഡവറ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഈ ഡവറയിലാണ് ആ ഒരു പാത്രത്തിലാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മുടെ നെയ്യ് ഒഴിക്കുക. ഞാൻ മിൽമയാണ് ഒഴിച്ചത്, നിങ്ങളുടെ വീട്ടിലുള്ള നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചാലും കുഴപ്പമില്ല, കുറച്ചധികം ഒഴിക്കണം കേട്ടോ. ഞാൻ മകൾ ഡയറ്റിങ് ആയതുകൊണ്ട് കുറച്ച് കമ്മിയായിട്ട് ഒഴിച്ചു. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചാൽ നല്ല മയത്തിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ സവോള ഇടുക, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. ആദ്യം കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഇടണം കേട്ടോ. 2 പട്ട 2 ഗ്രാമ്പു 1 ഏലക്ക. ഒരു നാഴിക്കുള്ള അളവാണ്. കുറച്ച് ഒരു 2 അധികമായ പ്രശ്നമൊന്നുമില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട. എന്നിട്ട് ഇതൊക്കെ ഇടുക, നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ച ഉലുവ വെള്ളത്തിനടുത്ത് മാറ്റി അളവ് വെച്ചോളൂ. ആ വെള്ളം കളയൊന്നും വേണ്ട, നമ്മൾ ശക്തിക്കാനുള്ള വെച്ച് തിന്നുന്നത്. അപ്പോൾ ആ വെള്ളം വേസ്റ്റ് ആക്കണ്ട. 2 വട്ടം കഴുകിയിട്ടല്ലേ ഉലുവ വെള്ളത്തിലിടുന്നത്. അപ്പോൾ ആ വെള്ളത്തോടെ എടുത്താൽ മതി. അത് കഴിഞ്ഞാൽ ഉലുവയിട്ട് 2 ഇളക്ക്. പുതിനയും മല്ലിയിലയ്ക്കാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത്. മല്ലിയില പുതിന വേണ്ട, പുതിനയിട്ട് വേറെ മണം വരും. മല്ലിയിലയിട്ട് നന്നായി 2 ഇളക്കിയിട്ട് ആ ഉലുവ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. നല്ല ഫുൾ കവറായി. വെള്ളം ഒഴിച്ചപ്പോൾ ചൂട് അങ്ങനെ നമ്മുടെ ഫോൺ വന്ന് അടഞ്ഞു പോയിട്ടാ. പിന്നെ ഫോണൊക്കെ തുടച്ചിട്ട് വീണ്ടും വീഡിയോ എടുത്തു. കുറച്ചും ഉപ്പും ഇട്ട് നന്നായി തിളച്ച ശേഷം നമ്മുടെ അരി ഇടാം, ബിരിയാണി അരി ഇട്ടപ്പോൾ വീണ്ടും നമ്മുടെ ഫോൺ വന്ന് ബ്ലാങ്കായിപ്പോയി. അപ്പോൾ വീണ്ടും ഇത് തുടച്ച് വീണ്ടും വീഡിയോ എടുത്തു. എന്നിട്ട് നന്നായി ഒരു തിള വരുമ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒറ്റൊരു വിസിൽ, പരിപ്പ് ചോറ് പോലെ തന്നെ ഒറ്റൊരു വിസിൽ വയ്ക്കുക. 10 മിനിറ്റ് സിമ്മിലിട്ട് വയ്ക്കുക. എന്നിട്ട് ആ ചൂട്ടോടെ കുറച്ച് നെയ്യ് ഒഴിച്ച്, ഇത് നെയ്യ് ഉരുകാൻ വേണ്ടി കുക്കറിൻ്റെ മേലെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ആദ്യം വീഴ് പറഞ്ഞപ്പോൾ വീണില്ലല്ലോ നെയ്യ്, അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുക്കറൊക്കെ റെഡിയാക്കി, കുക്കർ തുറന്നു. വീണ്ടും ആവി വന്നു ഫോണിലേക്ക്. അമ്മമ്മോ, അങ്ങനെ ആവി വന്ന കുക്കറിൽ നിന്ന് നമ്മൾ ചോറ് നെയ്യ് ഒഴിച്ച് നല്ലൊരു ഇളക്കിളക്കിയ കുറച്ച് അടി പിടിച്ചത് കാണും കേട്ടോ. അത് പേടിക്കുകയൊന്നും വേണ്ട, എണ്ണൻ്റെ കുറവ് കൊണ്ടാണ്. കുഴപ്പമില്ല, അത് തിന്നുമ്പോൾ അറിയൊന്നുമില്ല. അങ്ങനെ അടുത്ത ഇളക്കിൻ്റെ കുറച്ച് അടി പിടിച്ചത് ഇങ്ങനെ മേലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി വിട്ടാൽ മതി. കുറച്ച് എണ്ണ അധികം ഒഴിച്ചാൽ ഈ പ്രശ്നം വരില്ല കേട്ടോ, കുഴപ്പമില്ല, നന്നായിരിക്കും. അപ്പോൾ കുറച്ച് ഉലുവ കമ്മിയാക്കി ഇടുന്നവരുണ്ട്. ഇതിപ്പോൾ കർക്കിടകം ആയതുകൊണ്ട് കുറച്ച് നമ്മുടെ ശരീരത്തിന് ഉലുവിൻ്റെ ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറച്ചധികം ഉലുവ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂട്ടോടെ കഴിച്ചിട്ട് എല്ലാവരും കമൻ്റ് അടിക്കുന്ന നോക്കട്ടെ, എല്ലാവരും ലൈക്ക് ചെയ്യുക.